10 വർഷത്തിന് ശേഷം LDF സർക്കാർ പടിയിറങ്ങുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. കിഫ്ബി വഴി വികസനവും നിരവധി നേട്ടങ്ങളുമുണ്ടായി. പ്രൊഫഷണൽ മികവോടെ കിഫ്ബിയെ ചലിപ്പിച്ച സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ വികസനത്തിന് കരുത്തേകിയെന്നാണ് വിലയിരുത്തൽ. 10 വർഷത്തെ ഭരണത്തിന് ശേഷം പിണറായി വിജയൻ സാരഥ്യമൊഴിയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം അനുകൂലമായും പ്രതികൂലമായുമുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും വികസന കാര്യത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നതാണ് പ്രധാന വിലയിരുത്തൽ. പരാജയപ്പെട്ട ഒരു പഴയ സംവിധാനത്തെ പൊടിതട്ടിയെടുത്ത് കിഫ്ബി എന്ന പേരിൽ പുനർക്രമീകരിച്ചതാണ് ഈ മാറ്റത്തിലെ ചാലകശക്തി. KM എബ്രഹാം എന്ന പ്രൊഫഷണൽ മികവുള്ള IAS ഉദ്യോഗസ്ഥനെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരുന്നു പിണറായി വിജയൻ കൈക്കൊണ്ട മികച്ച തീരുമാനങ്ങളിലും. 2016 കിഫ്ബി ആക്ട് ഭേദഗതി ചെയ്ത് ശാക്തീകരിച്ചു. പ്രതിപക്ഷ പിന്തുണയോടെ അത് ഏകകണ്ഠമായി പാസാക്കി. അത് സർക്കാരിന്റെ വലിയ രാഷ്ട്രീയ വിജയമായി. ലണ്ടൻ എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കിക്കൊണ്ട് അന്താരാഷ്ട്ര ധനകാര്യ വിപണിയിൽ കേരളത്തിന് ഒരു പുതിയ പ്രതിച്ഛായ കിഫ്ബി നേടിക്കൊടുത്തു. പെട്രോളിയം സെസ്സും മോട്ടോർ വാഹന നികുതിയും വരുമാന സ്രോതസ്സുകളാക്കി ഉറപ്പാക്കിയതോടെ ഫണ്ട് വകമാറ്റലെന്ന വലിയ ഭീഷണി ഇല്ലാതാക്കാനും KM എബ്രഹാമിന്റെ ഫിനാൻസ് ബുദ്ധിക്ക് കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബി വഴി സ്കൂളുകളിൽ ഒരുങ്ങിയതും 40,000 സ്മാർട്ട് ക്ലാസ് റൂമുകളും ആധുനിക പുതിയ കെട്ടിടങ്ങളുമാണ്. ആരോഗ്യരംഗത്ത് സംസ്ഥാനത്തെ ഒട്ടേറെ താലൂക്ക് ജനറൽ ആശുപത്രികളെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കാൻ കിഫ്ബി വഴി കഴിഞ്ഞു. റോഡുകളുടെയും പാലങ്ങളുടെയും കാര്യത്തിൽ ഒരു കുതിച്ചുചാട്ടം തന്നെ സംഭവിച്ചു. മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ജനജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 253 റോഡുകൾ, 98 പാലങ്ങൾ, 50 മലയോര സ്ട്രെച്ചുകൾ, 60 റെയിൽവേ മേൽപ്പാലങ്ങൾ, 39 തീരദേശ ഹൈവേ സ്ട്രെച്ചുകൾ എന്നിങ്ങനെ നീളുന്നു കിഫ്ബിയുടെ വികസന പട്ടിക. വയനാട് ചുരത്തിന് ബദലായി ആനക്കാംപൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഈ പട്ടികയിൽ ഒടുവിലായി എത്തുന്നു. പതിറ്റാണ്ടുകളായി മുടങ്ങിപ്പോയ ദേശീയപാത വികസനം യാഥാർത്ഥ്യമായതിനു പിന്നിലും ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായ തുകയുടെ 25% കിഫ്ബി വഴി സർക്കാർ സമാഹരിച്ചു നൽകിയതാണ്. ഇത്തരത്തിൽ 1 ലക്ഷം കോടിയോളം രൂപയുടെ 1237 പദ്ധതികളാണ് കേരളത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകം 41,000 കോടിയിലേറെ രൂപ പദ്ധതി നിർമ്മാണങ്ങൾക്കായി വിനിയോഗിച്ചു കഴിഞ്ഞു. ഈ ചരിത്രപരമായ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിച്ച KM എബ്രഹാം പടിയിൽ കേരളം കൈവരിച്ച ഈ വികസന വേഗത തുടരുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.